എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കാണുന്നതും കേൾക്കുന്നതും എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇത് ക്രിസ്മസ് മാസമാണ്. ക്രിസ്മസ് മാസം കഴിഞ്ഞാൽ, ഡിസംബർ മാസം കഴിഞ്ഞാൽ ന്യൂ ഇയറാണ്. ഏതൊരു മനുഷ്യനോടും ചോദിച്ചാൽ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുദീർഘമായ ഓർമ്മകളുള്ളത് ഡിസംബർ മാസമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം ഒരു വർഷത്തിലാണെന്ന് ചോദിച്ചാൽ ഡിസംബർ മാസമാണ്. അതിൻ്റെ കാരണം മഞ്ഞ് പെയ്യുന്ന, പാട്ടുകൾ കേൾക്കുന്ന, സംഗീതം കേൾക്കുന്ന, നല്ല കാറ്റ് ലഭിക്കുന്ന, പുതിയ തീരുമാനങ്ങളെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വർഷം. നമുക്ക് ഈ ക്രിസ്മസും ന്യൂ ഇയറും മനോഹരമായി ആഘോഷിക്കാം. എല്ലാവർക്കും കാണുന്നതും കേൾക്കുന്നതും പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ പ്രശസ്തമായ ഒരു സിനിമാ ഡയലോഗുണ്ട് സുരേഷ് ഗോപിയുടെ. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ, മെമ്മറീസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലർക്കും ഇപ്പോൾ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നതും ഓർമ്മയാണ്. കഴിഞ്ഞ കാലങ്ങളെപ്പറ്റിയുള്ള അനുസ്മരണമില്ലായ്മ. ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കാണുന്നതും കേൾക്കുന്നതും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എന്താണ് സംസാരിക്കുന്നത്? എൻ്റെ ഓർമ്മകളാണ് സംസാരിക്കുന്നത്, വിശേഷങ്ങളാണ് സംസാരിക്കുന്നത്. 41 വയസ്സ് കഴിഞ്ഞു. 84 ജനനം. കാലഘട്ടങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാണാൻ കഴിയാത്ത, അവർക്ക് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഈയിടയ്ക്ക് എൻ്റെ മോള് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞ് കപ്പിയും കരണ്ടിയും, അതായത് പണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന സമയത്ത് ഇത് നമ്മൾ ഇതിൻ്റെ ഒരു തുമ്പ് കൈ പിടിക്കാൻ വിട്ടുപോകും, ഇത് മൊത്തത്തിലങ്ങ് വെള്ളത്തിൽ പോകും. മോട്ടറിൽ, എല്ലാ വീട്ടിലൊന്നും മോട്ടറിൽ വെള്ളം കോരിയൊന്നും അല്ല. ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ കുടുംബത്തിലൊക്കെ മോട്ടറിൽ വെള്ളം കോരിയല്ല, അവിടെ കിണറും അതെങ്കിൽ കുളവും ഒക്കെയാണ്. അപ്പോൾ ഇത് അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കയറെടുക്കാൻ ആൾക്ക് ഇറങ്ങിയെടുക്കാൻ കഴിയത്തില്ല. കാരണം വലിയ ആഴമായിരിക്കും, പറ്റെങ്കിൽ ശ്വാസം മുട്ടുണ്ടാവും. പിന്നുള്ളത് കപ്പിയെടുക്കാനുള്ള കരണ്ടിയാണ്. അതൊരു ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന, വ്യത്യസ്തമായിട്ടിരിക്കുന്ന ഒരു 5ഓളം നഖങ്ങൾ പോലെ ഇരിക്കുന്ന ഒരു ഐറ്റമാണ്. അത് നമ്മൾ വേറെ കയറിനകത്ത് കെട്ടി താഴേക്ക് ഇറക്കുകയും കിണറ്റിൽ കിടക്കുന്ന മറ്റ് കയറിനെ കുരുക്കി ഈ തൊട്ടി എന്ന് വെച്ചാൽ ബക്കറ്റ് ഉൾപ്പെടെ കോരിയെടുക്കുക, അതിന് പറയുന്നതാണ് കരണ്ടി. അപ്പോൾ അതുപോലെ തന്നെ ഈ കയറ്, നമ്മൾ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന കയറെന്ന് പറയുന്നത് ഒരു കരണ്ടിയിലൂടെയാണ്, അതിന് അതിലൂടെയാണ് കയറ് കയറ്റിയിടുന്നത്. അതിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ എണ്ണയിട്ട് കൊടുക്കുക എന്ന് പറയുന്ന അപ്പോൾ കപ്പിയും കരണ്ടിയും ഇതാരും കണ്ടിട്ടില്ല. മോള് ചോദിച്ചു, അപ്പ ഇതെന്താണ്? ഞാൻ പറഞ്ഞ മോളെ ഇതാണ്. കുഞ്ഞുങ്ങളറിയത്തില്ല അവരിതിനെപ്പറ്റി. ഇവർക്ക് പഴയകാല ടേപ്പ് റെക്കോർഡർ. അപ്പോൾ എനിക്ക് വളരെ രസകരമായി തോന്നുന്നത്, ഇപ്പം വീട്ടിൽ സോണിയുടെ ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു, പാനസോണിക്കിൻ്റെയും സോണിയുടെയൊക്കെ ടേപ്പ് റെക്കോർഡ്, BPLൻ്റെയൊക്കെ ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു. അന്ന് ക്യാസറ്റുകളുണ്ട്. ഇപ്പോൾ ക്യാസറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുപോയി പാട്ടിട്ട് കഴിയുമ്പോൾ ഇത് ചില സമയത്ത് കുരുങ്ങും, അല്ലെങ്കിൽ പിന്നീട് ഇതിൻ്റെ കാസറ്റിൻ്റെ വള്ളി പൊട്ടിക്കഴിയുമ്പോൾ ആ വള്ളി വലിച്ചു കെട്ടി, ക്രിസ്മസ് സമയമൊക്കെ വരുമ്പോൾ ഇത് മൊത്തവും വലിച്ചു കെട്ടി അതിങ്ങനെ കളർഫുള്ളായിട്ടുള്ള സാഹചര്യം. പഴയകാല ഫിലിമുകൾ, ഇപ്പോൾ നമുക്ക് സിനിമകൾ കാണുമ്പോൾ അത്ഭുതപ്പെടുന്ന സിനിമകളാണ് അല്ലേ. അവർ ഹാൻഡി ക്യാം കൊണ്ടും അതുപോലെ ഡിജിറ്റൽ ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്യുകയാണ്. പണ്ട് എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളെന്ന് പറയുന്നത്, സ്കൂളിൻ്റെ കടകളിൽ വാങ്ങാൻ കിട്ടും, ഫിലിംസ് വാങ്ങാൻ കിട്ടും പഴയകാല സിനിമകളുടെ. ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, IV ശശിയുടെയൊക്കെ സിനിമകളുടെ ഫിലിംസുകൾ കടകളിൽ വാങ്ങും. ഒരു പെട്ടി, ചെറിയൊരു പെട്ടിയാണ്, 10-25 പൈസയാണ് ഒരു പെട്ടി ഫിലിമിന്. ആ ഫിലിം നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അമ്പലപ്പറപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ ഇതുണ്ട്, അതൊരു സ്ക്രീൻ പോലെയാണ്, കണ്ണിലിങ്ങനെ വെച്ച് നോക്കാൻ. അതിലേക്ക് ഈ ഫിലിം ഓരോന്നോരോന്ന് കയറ്റി വെക്കും. അപ്പം ഒരു സീനെ സംബന്ധിച്ച് 50-60 ഷോർട്സ് ഫിലിം കാണും. മമ്മൂട്ടി നിൽക്കുന്നു, മമ്മൂട്ടി തിരിയുന്നു, നായിയോട് മിണ്ടുന്നു, ഇതെല്ലാം ഇങ്ങനെ ക്ലാപ്പെടുത്ത് പോവുകയാണ്. ഇത് ഒരുമിച്ച് കയറ്റി വെച്ച്, അത് വലിയ കണ്ണിൽ വെച്ച്, ചെറിയൊരു പെട്ടിയാണ്, അത് കണ്ണിൽ വെച്ച് കാണും. ആദ്യകാല സിനിമാ അനുഭവം എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുന്നതാണ്. അതായത് വീടിൻ്റെ ഭിത്തിയിൽ വലിയ തുണി വിരിച്ച് കെട്ടി, പുറത്ത് ഒരു കണ്ണാടി വെച്ച്, കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശം, മറ്റൊരു ബൾബിൽ ഒരു ബൾബ് എടുത്ത ഫിലമെൻ്റ് ചുരണ്ടി നമ്മൾ കളഞ്ഞിട്ട് അതിലേക്ക് വെള്ളം നിറച്ച്, ആ വെള്ളത്തിൻ്റെ സൈഡിൽ ഫിലിം വെച്ച് മൂവ് ചെയ്യുമ്പോൾ ഈ സൺലൈറ്റോട് അടിച്ചുമ്പോൾ ഭിത്തിയിലിങ്ങനെ ആ സിനിമ പ്രദർശിപ്പിക്കും. അത് കാണാൻ തന്നെ 5 പൈസ 10 പൈസയൊക്കെ സിനിമ ടിക്കറ്റ് വെച്ച് നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ ഓർമ്മകളുടെ ഒരു കൂമ്പാരമാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, പുതിയ കാലത്തിലെ കുട്ടികൾക്ക് ഓർമ്മകൾ ഉണ്ടാവും. ഇപ്പോൾ ജനിക്കുന്ന കുട്ടി, അവളുടെ ഈ കാലത്തെ ഓർമ്മകൾ ഒരു പക്ഷേ ഒരു 2030-40 ആകുമ്പം ലോകം മാറും. അത് പുതിയ കാല ഓർമ്മകളാണ്. അപ്പോൾ ഈ ഓർമ്മകൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം. ഇത് ക്രിസ്മസ് കാലമാണ്. എൻ്റെ അടുത്ത് എന്നല്ല, ഏതൊരു മനുഷ്യനോടും ഒരു വർഷത്തിലെ ഏറ്റവും മനോഹരമായി ഇഷ്ടപ്പെട്ട മാസം ചോദിച്ചാൽ എല്ലാവരും
ഭൂരിഭാഗം ആൾക്കാരും പറയുന്ന മാസം ഡിസംബറാണ്. ഡിസംബർ ക്രിസ്മസ് ആയതുകൊണ്ട് മാത്രമല്ല, ഒരു വർഷത്തിൻ്റെ അവസാനമാണ്, തണുത്ത കാറ്റുള്ള സമയം, വൃശ്ചിക മാസം. എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത്, ഞാൻ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഓർമ്മ ക്രിസ്മസുമായി ബന്ധപ്പെട്ട എല്ലാ മനുഷ്യരുടെയും, എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരുടെയും ഓർമ്മ എന്ന് പറയുന്നത് ക്രിസ്മസ് കരോളും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുമാണ്. ഞാൻ പഠിച്ചതും വളർന്നതുമൊക്കെ ഇടമണ്ണെന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അപ്പം അവിടെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അപ്പ ഞങ്ങൾക്ക് വളരെ ലൈസൻസ്ഡ് ആയിട്ട് പുറത്തിറങ്ങി രാത്രിയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഏക അവസരം വർഷത്തിൽ ക്രിസ്മസ് കരോളിനാണ്. കാരണം കുഞ്ഞുങ്ങളാണ്. അപ്പം രാത്രിയിൽ ഒരു 7 മണി 6 മണി കഴിഞ്ഞാൽ കളിയെല്ലാം കഴിഞ്ഞ് മാക്സിമം വീട്ടിലെത്തുന്ന നമുക്ക് രാത്രി 12 പാതിര കുർബാനയും പാതിര യാത്രകളും ക്രിസ്മസ് കരോളും എന്നൊക്കെ പറയുന്നത് വലിയ അനുഭവമാണ്, വലിയ സന്തോഷമാണ്. കാരണം വീട്ടിൽ നിന്ന് ലൈസൻസോടെ നമ്മളെ പുറത്ത് വിടുകയാണ്, മറ്റ് ചേട്ടന്മാരെ കയ്യിലേൽപ്പിച്ച്. പള്ളികളിൽ നിന്ന് കരോളുകൾ. ഇന്നത്തെ കരോളുകളുടെ പ്രത്യേകത ഞാൻ പലപ്പോഴും കാണുന്നത് മനുഷ്യൻ എത്രമാത്രം അകന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാഹരണം ഈ 2 കാലഘട്ടം തമ്മിൽ സംസാരിച്ചാൽ മതിയാവും. ഇന്ന് നമുക്കറിയാം പള്ളികളിൽ നിന്ന് കരോൾ ഇറങ്ങുന്നത് പള്ളികളിലെ വീടുകളിലേക്ക് മാത്രമാണ് പോകുന്നത്. ഒരു വണ്ടിയിൽ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം പഠിച്ച പാട്ടുകാർ ഒരു ലോറിയിൽ കയറി സാന്താക്ലോസിനെ ഒരുക്കി പള്ളിയുടെ ഇടവക വീടുകളിലേക്ക് മാത്രം പോകുന്നു, തൊട്ടടുത്ത വീട്ടിൽ കയറാതെ തിരിച്ചു പോയിരുന്നു. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെയല്ല. ഒരു 7 മണിക്ക് കരോള് പള്ളിയിൽ നിന്ന് തുടങ്ങിയാൽ വെളുപ്പാങ്കാലത്ത് 3 മണി 4 മണിക്കാണ് തിരിച്ചു കയറുന്നത്. കാരണം പോകുന്ന ഒരു ഏരിയയിലെ മുഴുവൻ വീടുകളിലും കയറും. എല്ലാ വീടുകളിലേക്കും ഒരു ക്രൈസ്തവൻ്റെ വീടുകളുണ്ടാകും. അവൻ വിളിച്ചു കയറ്റും, എന്നിട്ട് പറയും ഇവിടെയും പാടിയിട്ട് പോകാൻ പറയും. അപ്പോൾ അവിടെ ശാന്തരാത്രി തിരുരാത്രിയും ഒക്കെ ആ വീട്ടിലും പോയി പാടും, ഹല്ലേലൂയ പറയും. സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഭൂമിയിൽ നന്മകളുണ്ടാവട്ടെ, ദൈവപുത്രന് എന്ന് പറയുന്ന ആ വാക്കുകളൊക്കെ എല്ലാ മനുഷ്യനെയും അടയാളപ്പെടുത്തുന്നതാണ്. ഒരു ക്രൈസ്തവ ക്രൈസ്തവ സാക്ഷ്യപ്പെടുത്തൽ മാത്രമല്ല, ലോകത്തെ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ആശംസ കൊടുത്തു വരുന്ന എല്ലാ വീട്ടിൽ നിന്നും കപ്പപ്പുഴുക്കും കട്ടൻ ചായയും കുടിച്ചും തിന്നും വയറ് പൊട്ടിപ്പോകുന്ന സാഹചര്യമുണ്ട്. അവസാനം വീട്ടിലെത്തുമ്പോഴത്തേന് നമുക്ക് പിന്നീട് കിടന്ന് ഉറങ്ങുകയാണ്. എനിക്കതിൽ ഏറ്റവും രസകരമായ ഓർമ്മ എന്ന് പറയുന്നത് വൃശ്ചിക മാസം എന്ന് പറയുന്നത് ശബരിമല സീസണിൻ്റെ മാസം കൂടിയാണ്. അതായത് ഇപ്പം ശബരിമലയിലേക്ക് പോകുന്ന സുഹൃത്തുക്കൾ, അവരുടെ ആഴിയും പെടുക്കയെന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. വീട്ടിൽ കഞ്ഞിയൊക്കെ കുടിച്ച്, ശബരിമല കഞ്ഞിയൊക്കെ കുടിച്ച് കെട്ടി ശബരിമലയ്ക്ക് പോകുന്ന. അപ്പം രാത്രികാലങ്ങളിൽ കരോള് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ 3 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇന്നത്തെ പോലെ ഹൈടെക് ക്രിസ്മസ് സ്റ്റാറൊന്നുമല്ല. മുള വെട്ടിയെടുത്ത് അത് ചീകി മിനുസപ്പെടുത്തി സ്റ്റാറുണ്ടാക്കി നടുക്ക് അതിന് ചെറിയ കമ്പൊക്കെ വെച്ച് വ്യത്യാസപ്പെടുത്തി അതിൽ കടകളിൽ പോയി സ്റ്റിക്കർ പേപ്പറുകൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് പശ മുക്കി അതെല്ലാം ഒട്ടിച്ച് അങ്ങനെയാണ് സ്റ്റാർ ഉണ്ടാക്കുക. പിന്നെ ചിരട്ട സെറ്റ് ചെയ്ത് അതിൽ മെഴുകുതിരി കത്തിച്ച് ഈ സ്റ്റാറാണ് ഉപയോഗിക്കുക. ഇത് 7 മണിക്ക് തുടങ്ങി 8 മണി 9 മണി 10 മണി 11 മണിയാകുമ്പോൾ കൈ കഴിക്കുന്ന സമയത്ത് നിന്ന് ഉറങ്ങുന്ന സാഹചര്യമുണ്ട്. ഈ ഉറങ്ങുന്ന സമയത്ത് ഈ മെഴുകുതിരി ഇതിലോട്ട് ചരിയുകയും ഈ പേപ്പർ കത്തിപ്പോവുകയും അവസാനം പിറ്റേ ദിവസം വീണ്ടും ഇത് ഒട്ടിക്കേണ്ട സാഹചര്യം. അതുപോലെ പുൽക്കൂടെന്ന് പറയുന്നത് എത്ര മനോഹരമാണ്. ഇന്നത്തെ പോലെ ആധുനിക പുൽക്കൂടുകൾ കടകളിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്ന സാഹചര്യമല്ല. മരം വെട്ടിക്കൊണ്ടുവന്ന് വലിയ മാവിൻ്റെ കൊമ്പുകളും അതുപോലെ അതൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് പുല്ലും പിന്നെ അതുപോലെ തന്നെ പറിച്ചു കൊണ്ടുവന്ന് അത് വെച്ച് അത് അങ്ങനെ അതുപോലെ പ്രതിമകളുമൊക്കെ കൈകൊണ്ട് രൂപങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ മനോഹരമായ ഒരു വലിയ കൂട്ടായ്മ. അതിനുവേണ്ടി കാത്തിരിക്കുന്ന ദിവസങ്ങൾ, ക്രിസ്മസിൻ്റെ അവധി തുടങ്ങിയാൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ദിവസങ്ങൾ. ക്രിസ്മസ് കരോളിൽ പങ്കെടുക്കുക, പള്ളിയിൽ പോയി പാട്ട് പഠിക്കുക. പാട്ടിൻ്റെ ഇപ്പോൾ നമുക്കറിയാം പാരഡിപ്പാട്ടുകൾ, അന്ന് പാരഡിപ്പാട്ടുകളല്ല, മറിച്ച് ക്രിസ്മസ് ഗാനങ്ങൾ, പ്രത്യേക ഗാനങ്ങൾ തന്നെയുണ്ട്. ആ ഗാനങ്ങൾ പഠിക്കുക, ഡ്രം കൊട്ടുക. അപ്പോൾ ആ രീതിയിൽ കരോൾ വിശേഷങ്ങൾ. തിരിച്ചു വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ശബരിമലയ്ക്ക് പോകുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഹാപ്പി ക്രിസ്മസ് പറയുന്ന അതേ തിരിച്ച് നാവ് കൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയുന്ന സാഹചര്യം. അങ്ങനെ മാത്രം വൃശ്ചികക്കാറ്റ്, രാവിലെ തുടങ്ങുന്ന വൈകിട്ട് ഉണ്ടാകുന്ന തണുത്ത കാറ്റ്, അങ്ങനെ എല്ലാം കൊണ്ടും കളർഫുള്ളായ അല്ലെങ്കിൽ വലിയ പ്രകാശപൂരിതമായ വിളക്കുകാലുകളും നക്ഷത്രങ്ങളും മെഴുകുതിരികളും പിന്നെ മിന്നാമിന്നിക്കൂട്ടങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന മനോഹരമായ ഓർമ്മകൾ ക്രിസ്മസിൻ്റെ സാഹചര്യം. അതുപോലെ തന്നെ പാതിരാ കുർബാന എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ഓർമ്മകളിൽ ഏറ്റവും സുദീപ്തമായ ഓർമ്മയായിരിക്കും. കാരണം പള്ളിയിൽ പോയി രാത്രിയിൽ കുർബാന കൂടി കരോൾ കൂടി അവിടെ നിന്ന് ക്രിസ്മസ് കേക്കൊക്കെ കഴിച്ച് വരുന്നത്. പിന്നെ വിട്ടുപോയൊരു കാര്യം കരോളുമായി ബന്ധപ്പെട്ട്, അതൊരു പക്ഷേ പറയുമ്പോൾ അതെങ്ങനെ എടുക്കും എന്നറിയില്ല. അന്ന് ക്രിസ്മസ് പാപ്പയാകാൻ വേണ്ടി കുട്ടികൾക്കിടയിൽ പ്രത്യേകിച്ച് 1, 2, 3 ക്രിസ്മസ് പാപ്പമാരൊക്കെ കാണും. അതിനു വേണ്ടി തമ്മിൽ തല്ലാണ്. കാരണം പലരോടും നമുക്ക് പള്ളികളിൽപ്പെട്ട അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ വീടുകളിൽ മാത്രമല്ല, എല്ലാ പോകുന്ന വഴിക്കുള്ള സകല വീടുകളിലുമാണ് ഈ കരോൾ കയറി പോവുക. അപ്പം നമുക്ക് പരിചയമുള്ള, നമുക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയോട് നേരിട്ട് മിണ്ടാൻ ഒരു പക്ഷേ കഴിഞ്ഞു എന്ന് വരത്തില്ല. അപ്പോൾ ക്രിസ്മസ് പാപ്പയുടെ വേഷം കെട്ടി അവളുടെ വീട്ടിൽ പോയി തുള്ളുകയും അവൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും, ഒരു മുട്ടായിയാണ് കൊടുക്കുന്നതെങ്കിൽ 2 മുട്ടായി കൊടുക്കുകയും, പിറ്റേ ദിവസം അവളെ കാണുമ്പോൾ ഇന്നലെ കരോളിലെ പാപ്പ ഞാനായിരുന്നു പറയുന്ന എക്സൈറ്റ്മെൻറ്റുകൾ.
അപ്പോൾ ആ രീതിയിലൊക്കെ വളരെ നൈർമല്യമേറിയ നിർമ്മലമായ സാഹചര്യങ്ങൾ ഉള്ള, പക്ഷേ അതൊക്കെ ഇപ്പം ആ സാഹചര്യം ഉണ്ടോ എന്നറിയാം. കാരണം എല്ലാവരും അവരവരിലേക്ക് ചുരുങ്ങുകയാണ്, മൊബൈൽ ഫോണിലേക്കും ഒക്കെ ചുരുങ്ങുന്ന കാലഘട്ടം. അപ്പോൾ ഇത് ഒരു കാലത്തിലെ വലിയ ഓർമ്മകളാണ്. അത് കാലഘട്ടത്തിനനുസരിച്ച് അത് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണോ നല്ലത്, ഇതാണോ നല്ലത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. അതിൻ്റെ നന്മകളും ഇതിൻ്റെ നന്മകളും ഉണ്ട്. പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, ബന്ധങ്ങളിലെ ഓർമ്മകൾ. അറിയാം, ക്രിസ്മസ് കാർഡുകളെന്ന് പറയുന്നത് വലിയ ഇതായിരുന്നു. ക്രിസ്മസ് കാർഡ് ഇപ്പോൾ നമുക്കറിയാം, എല്ലാ ദിവസവും രാവിലെ ഗുഡ് മോർണിംഗ് മെസ്സേജുകളായിരിക്കും, അല്ലെങ്കിൽ ക്രിസ്മസിന് ഒരു ആശംസ അറിയിക്കും. അന്ന് അങ്ങനെയല്ല. അന്ന് ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട് എത്ര ബന്ധുക്കളുണ്ടോ, എത്ര പേർ കാർഡ് അയക്കണം, അതിനെപ്പറ്റി ലിസ്റ്റ് നവംബർ മാസമാകുമ്പോൾ തന്നെ എടുക്കും. ലിസ്റ്റ് എടുത്തതിന് ശേഷം ക്രിസ്മസ് കാർഡുകൾ വാങ്ങും. നമ്മൾ കടകളിൽ പോയി ക്രിസ്മസ് കാർഡുകൾ വാങ്ങി ആ കാർഡിൽ എഴുതാനുള്ള വരികൾ പോലും നമ്മളതിനു വേണ്ടി അത് വരികൾ ക്രിയേറ്റ് ചെയ്ത് എഴുതി അവർക്ക് അയക്കുക, അവർക്ക് ലഭിക്കുക. അത് കിട്ടിയതിന് ശേഷം അപ്പം അന്നത്തെ സങ്കടം എന്ന് പറയുന്നത്, നമ്മൾ അയക്കുന്ന കാർഡുകളുടെ എണ്ണം ഒരുപക്ഷെ തിരിച്ച് വീട്ടിലേക്ക് വന്നു എന്ന് വരത്തില്ല. അപ്പം സങ്കടമാണ്, നമ്മൾ അവർ തിരിച്ചയച്ചല്ലോ എന്ന് സങ്കടം. ക്രിസ്മസ് കാർഡിൽ വ്യത്യസ്തമായ ക്രിസ്മസ് കാർഡുകൾ പിന്നീട് വരാൻ തുടങ്ങി. ആദ്യത്തെ പ്ലെയിൻ കാർഡുകളായിരുന്നു, പിന്നീട് അത് പുൽക്കൂടുകളുള്ള കാർഡുകൾ, അല്ലെങ്കിൽ തുറക്കുമ്പോൾ മണിയടി കേൾക്കുന്ന കാർഡുകൾ, അല്ലെങ്കിൽ ഉണ്ണീശോയെയും മാതാവിനെയും ഒക്കെ പിക്ചറൈസ് ചെയ്ത കാർഡുകൾ, ക്രിസ്മസ് കാർഡുകൾ അയക്കുന്ന സാഹചര്യം, വിശേഷങ്ങൾ ക്രിസ്മസ് കാർഡുകൾ കളക്ട് ചെയ്യുന്ന സാഹചര്യം. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്നത് ഏറ്റവും സുദീപ്തമായ, പിന്നെ വരാൻ പോകുന്ന പുതിയൊരു വർഷത്തിൻ്റെ, ക്രിസ്മസിൻ്റെ 25-ാം തീയതി കഴിഞ്ഞാൽ 26 ദിവസങ്ങൾ പിന്നീട് 30-ാം തീയതി രാത്രിയിൽ, 31 അർദ്ധരാത്രിയിൽ പുതിയൊരു വർഷത്തിൻ്റെ ആഘോഷം. ഇപ്പം കൊച്ചിയിലൊക്കെ വലിയ പാപ്പാനിയെ കത്തിക്കുക എന്ന് പറയുന്ന ചടങ്ങുകൾ പോലും ഒരുപക്ഷെ നിങ്ങൾ ചോട്ടാ മുമ്പ് സിനിമ കണ്ടിട്ടുണ്ടാവും. അത് വലിയൊരു ആഘോഷമാണ്, ഒരു സ്ഥലത്തിൻ്റെ ആഘോഷമായി മാറുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും സർവ്വസമ്പന്നമായ ഓർമ്മകളുടെ സുദീപ്തമായ ഒരിടമായിട്ട് ക്രിസ്മസ് മാറുന്നു. പിന്നെ പുൽക്കൂടിൻ്റെ സന്ദേശം നമുക്കറിയാം, സാധാരണ ഒരു ജനനമാണ്, ഒരു രാജാവായിട്ട് ജനിക്കുന്ന ഒരു മനുഷ്യൻ. ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് ഒരു വംശത്തിൻ്റെ രാജാവാണ്, രാജാവിനെ കാത്തിരുന്ന, രക്ഷകനെ കാത്തിരുന്ന ഒരു ജനതയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. അപ്പം കാത്തിരിക്കുന്നത് മുഴുവൻ ഏതെങ്കിലും വലിയ പട്ടണങ്ങളിൽ, വലിയ കൂടാരങ്ങളിൽ ജനിക്കുമെന്നുള്ളതിൽ നിന്ന് പുൽക്കൂടിലേക്കുള്ള ജനനം. നേരത്തെ എഴുതപ്പെട്ടതുപോലെ പുൽക്കൂട്ടിൽ ഒരു കാലിത്തൊഴുത്തിൽ ജനിക്കുന്നു. ആ കാലിത്തൊഴുത്തിൽ ജനിക്കുന്നതിന് പോലും അടയാളപ്പെടുത്തലുണ്ട്. നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്ന വഴിയേ പോകുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തെ, ആ ജനനത്തെ ഇല്ലായ്മപ്പെടുത്താൻ വലിയ രാജാവ് ശ്രമിക്കുമ്പോൾ രഹസ്യമായി ജനനത്തിൻ്റെ ഭാഗമാകുന്ന, വിശുദ്ധ ജനനത്തിൻ്റെ ഭാഗമാകുന്ന ക്രിസ്തുവിൻ്റെ ഓർമ്മകളും ആ ഓർമ്മകളുടെ പിന്നാമ്പുറങ്ങൾ തേടിയുള്ള യാത്രകളും ഒക്കെ ഒരുപക്ഷെ ഏതൊരാളെയും, ഒരു ക്രൈസ്തവ വിശ്വാസിയെ മാത്രമല്ല മറ്റു ഏതൊരാളെയും ഇഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള നിർമ്മലമായ സാന്താക്ലോസിൻ്റെ ഉത്ഭവം. നമുക്കറിയാം, സാന്താക്ലോസ് എന്ന് പറയുന്നത് അത്രയും ആഘോഷിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ. ലോകത്തെ ഒരു വിശേഷ അവസരത്തിൽ ഒരുപക്ഷെ മഹാബലി എന്ന് പറയുന്നത് നമ്മൾ അത്രയും ആഘോഷിക്കപ്പെടുന്നത് മലയാളികൾക്കിടയിലാണ്. പക്ഷേ ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്, ഒരു കാരിക്കേച്ചറാണ് ക്രിസ്മസ്. സാന്താക്ലോസ് സമ്മാനങ്ങൾ, ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ ബോക്സിംഗ് ഡേ സമ്മാനങ്ങൾ കൊടുക്കുന്ന ദിവസം, സമ്മാനങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ദിവസങ്ങളായി ക്രിസ്മസ് മാറുന്നു. അപ്പോൾ ഞാൻ ഈ ക്രിസ്മസ് ദിനത്തിൽ സംസാരിക്കാൻ കാര്യം, അതൊരു അടയാളപ്പെടുത്തലാണ്. അതായത് നന്മകളുടെ, ഓർമ്മകളുടെ, സമ്മാനങ്ങൾ പങ്കുവെക്കുന്നതിൻ്റെ, കാർഡുകൾ അയക്കുന്നതിൻ്റെ, പാട്ടുകൾ പാടുന്നതിൻ്റെ, വീടുകളിൽ പോയി സമാധാനത്തിന് സന്ദേശം കൊടുക്കുന്നതിൻ്റെ, അതുപോലെ തന്നെ പള്ളികളിൽ കൊയറുകളും പാട്ടുകളും നക്ഷത്രങ്ങളും ഒക്കെ അങ്ങനെ വളരെ കളർഫുള്ളായ എല്ലാ മനുഷ്യയും ഉൾക്കൊള്ളുന്ന സന്ദേശം, ലോക സമാധാനത്തിന് സന്ദേശം വഹിക്കുന്ന ഒരു സാഹചര്യമായി ക്രിസ്മസ് മാറുന്നു. അപ്പോൾ ഓർമ്മകൾ, ഞാൻ ഓർമ്മകൾ പറഞ്ഞു തുടങ്ങിയത് പോലും ഈ ഒരു സാഹചര്യത്തെപ്പറ്റി പറയാനാണ്. പുതിയ കാലത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം വീടുകളിലുണ്ടാവണം. ഇപ്പം നമ്മുടെ മാതാപിതാക്കൾ പലരും ഇതൊന്നും സമയം അവർക്കില്ല, ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാൻ പോലും സമയമില്ല. പലപ്പോഴും ഇതൊക്കെ വിട്ടുപോകുന്ന ഓർമ്മകളായിട്ട് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ പഴയകാല വീഡിയോസ്, ഇതൊക്കെ ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു, അപ്പായിക്കും അമ്മയ്ക്കും അല്ലെങ്കിൽ ആൻറ്റിക്കും അപ്പച്ചനും ഒക്കെ ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഇരുത്തി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, എൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ എൻ്റെ മടിയിൽ മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോ ഒരു ദിവസം അപ്ലോഡ് ചെയ്ത് പിറ്റേ ദിവസം കാണുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഒരു കാലത്ത് അങ്ങനെയൊന്നുമില്ല. ഒരു സാധനം ഷൂട്ട് ചെയ്യപ്പെട്ട എത്രയോ ദിവസങ്ങൾക്ക് ശേഷം അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. അപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സുകളും ഒരു കാലഘട്ടത്തിൽ, ഇപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാല ഓർമ്മകൾ പറയുകയാണെങ്കിൽ, എൻ്റെ വല്യമ്മച്ചി കത്തെഴുതുന്ന, ഞാനൊരു 5-ലും 6-ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് അമ്മച്ചി ഒരു ഇൻലിൻ്റിനകത്ത് മകൾക്ക്, ബോംബെയിലുള്ള മകൾക്ക് കത്തെഴുതണം. അന്ന് ബോംബെ എന്നൊക്കെ പറയുന്നത് അമേരിക്കയെക്കാളും ദൂരെയാണ്. അമേരിക്കയിൽ ഇന്ന് വൈകിട്ട് പോയി നാളെ അവിടെ എത്തി മറ്റന്നാൾ തിരിച്ചു വരുന്ന മനുഷ്യരുണ്ട്. വളരെ വേഗത്തിൽ US ഇരിക്കുന്ന മനുഷ്യരെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ, മൊബൈൽ ഫോണിലോ വീഡിയോ കോളിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അന്ന് ബോംബെയിലുള്ള മൂത്ത സഹോദരി, എൻ്റെ അപ്പൻ്റെ സഹോദരിയെ വല്യമ്മച്ചിക്ക് കാണാൻ വകുപ്പില്ല. ഒരു വർഷത്തിൽ ഒരു തവണയാണ് അവരുടെ വരവ് എന്ന് പറയുന്നത്. പിന്നുള്ളത് കത്തെഴുതുക, ഇല്ലൻ്റ് എഴുതുക എന്ന്. സൗദിയിലുള്ള, ദുബായിലുള്ള മകൾ കത്തെഴുതുന്നത്. ആ കത്ത് എഴുതി അമ്മച്ചി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്:
മകളെ ഈ കത്ത് നീ വായിച്ച് നിൻ്റെ വിശേഷത്തിനായി അമ്മ കാത്തിരിക്കുന്നു, അടുത്ത ലക്കത്തിൽ ബാക്കി. ഇത് ഒട്ടിക്കുന്നത് പോലും വലിയ പ്രതീക്ഷ, ഈ കത്ത് എൻ്റെ മകൾക്ക് കിട്ടണം എന്നുള്ള പ്രതീക്ഷയിൽ ഇത് പശ കൊണ്ട് ഒട്ടിക്കുകയും അതിനുവേണ്ടി ഇല്ലൻ്റുകൾ വീട്ടിൽ അടുക്കി വെച്ചിരിക്കും. ഈ കത്ത് എഴുതി അതുകൊണ്ട് പോസ്റ്റ് ചെയ്യുകയാണ്, നമ്മളൊരു പെട്ടിയിൽ കൊണ്ടിടുകയാണ്. ഈ കത്ത് കടൽ കടന്ന് കപ്പൽ കയറി വിമാനം കയറി ഇത് അന്യരാജ്യത്തേക്ക് പോകുന്നു. ഈ കത്തിന് വേണ്ടി കാത്തിരിക്കുക. അമ്മയുടെ കത്ത് ഈ ആഴ്ച കണ്ടില്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് വിഷമിക്കുന്ന മകൾ. ആ കത്ത് എഴുതിയതിന് ശേഷം അമ്മയുടെ ഓരോ ചോദ്യങ്ങൾക്കും വിശേഷം, അതിന് മറുപടി ആദ്യ പാരഗ്രാഫിൽ, രണ്ടാമത്തെ പാരഗ്രാഫിൽ സ്വന്തം വിശേഷം, മൂന്നാമത്തെ പാരഗ്രാഫിൽ നാട്ടിലെ അടുത്ത വിശേഷങ്ങൾക്ക് കാത്തിരിക്കുന്ന എൻഡിങ്. അത് തിരിച്ചു വരുമ്പോൾ സൈക്കിളിൽ പോസ്റ്റ്മാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഇന്ന് കത്തൊന്നുമില്ലേ, ഇന്ന് അതിന് മറുപടി എന്തായാലും ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് പോസ്റ്റ്മാൻ. അപ്പോൾ പോസ്റ്റ്മാൻ ഒരു മണി ഓർഡറാണ് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള ഏതെങ്കിലും മാഗസിനാണ് കൊടുക്കുന്നതെങ്കിൽ, മകളുടെ കത്തില്ലെങ്കിൽ അതെന്ത് പറ്റി? അപ്പം ഇരുന്ന് വിമിഷ്ടപ്പെടുന്ന വല്യമ്മച്ചിയെ ഞാൻ ഓർക്കുന്നു. അതിനുശേഷം പെട്ടെന്നായിരുന്നു കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് മാറുന്നത്. വീട്ടിലെ കുടുംബത്തിലേക്ക് ഒരു ലാൻഡ് ഫോൺ വരികയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്, ആ ലാൻഡ് ഫോൺ വരുന്ന സമയത്ത് ഒരു നമ്പർ കിട്ടുകയാണ്. അത്ഭുതമായിരുന്നു. നമ്മൾ ഈ റിസീവറൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി, എങ്ങനെയാണ് ഈ ശബ്ദം ഇതിലേക്ക് വരുന്നത്, എന്ത് വഴിയാണ് വരുന്നത്, ദൂരെ നിന്ന് സംസാരിക്കുന്ന ഒരാളുടെ ശബ്ദം എങ്ങനെയാണ് എൻ്റെ ചെവിയിൽ കേൾക്കുക. അപ്പോൾ അന്ന് കുടുംബത്തിൽ ഈ ആദ്യമായിട്ട് ലാൻഡ് ഫോൺ വന്ന സമയത്ത് അവിടെ ഒരു വലിയൊരു വാർത്തയാവുന്നു. ഇന്ന വീട്ടിൽ ലാൻഡ് ഫോൺ നമ്പർ വരുന്നവർക്കെല്ലാം കുറിച്ച് കൊടുക്കണം. ഈ നമ്പറാണ് ഇല്ലൻ്റ് വഴി മറ്റ് സുഹൃത്തുക്കളൊക്കെ തങ്ങളുടെ വിദേശത്തുള്ള ബന്ധുക്കൾക്കും അല്ലെങ്കിൽ ഭാര്യമാർ ഭർത്താക്കന്മാർക്കും കൊടുക്കുന്നത്. വെള്ളിയാഴ്ച സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുടുംബത്തിലൊരു 10-12 മറ്റ് വീടുകളിൽ നിന്നൊക്കെ വന്ന 10-12 സ്ത്രീകളുണ്ടാവും. ഓരോരുത്തർക്കും സമയമുണ്ട്, ഭർത്താക്കന്മാർ വിളിക്കുന്ന സമയമുണ്ട്. ബെല്ലടിക്കുമ്പം ഓടിപ്പോയി ഒരു ചേച്ചി എടുക്കും, അപ്പോൾ പറയും ഇന്നാളാണ്, ഒക്കെ കൊടുക്കും. അങ്ങനെ ഒരു 2 മണിക്കൂർ വീട്ടിൽ ഈ ഫോൺ കോളിന് വേണ്ടി വരുന്ന ആഴ്ചകളിൽ വരുന്ന മനുഷ്യരുണ്ട്. അതിനുശേഷം നമുക്കറിയാം വളരെ പെട്ടെന്ന് പ്രോസസ്സ് മാറുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2001 ഞാൻ ലോ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്, ഞാൻ KSRTC ബസ്സിലിരിക്കുമ്പോഴാണ് ഒരു കമ്പനിയുടെ മൊബൈൽ ഫോണുമായിട്ട് 2 കുട്ടികൾ വന്നിട്ട് ഒരു കാർഡ് തരുന്നു. എന്നിട്ട് പറയുന്നു 500 രൂപ അടച്ചാൽ മൊബൈൽ ഫോൺ ഉണ്ടെന്ന്. അത്ഭുതമായിരുന്നു. 500 രൂപ കൊടുത്ത് മൊബൈൽ ഫോൺ എടുക്കുന്നു. വിപ്ലവം കേരളത്തിൽ. അതിനുശേഷം നമുക്കറിയാം വലിയ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നു. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങളെല്ലാം കൂട്ടി വെക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വരുന്നു. പണ്ട് സംസാരിച്ച് മിണ്ടിപ്പോയ മനുഷ്യരെ വലിയ വേഗത്തിൽ കാണാൻ സാധിക്കുന്നു. അവരുടെ പുതിയ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കമൻറ്റുകൾ ചെയ്യാൻ സാധിക്കുന്നു. അവിടെ നിന്ന് കമ്മ്യൂണിക്കേഷൻ മാറുന്നു. ഇപ്പോൾ നമ്മൾ പറയുന്നത്, ഞാൻ ഈ സംസാരിക്കുന്നത് പോലും ഒരു വീഡിയോ എടുത്ത് ഇപ്പോൾ ഇട്ടാൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും എന്നെ അറിയാവുന്നവർ കാണാൻ കഴിയുന്ന തരത്തിലേക്ക് മാറുന്നു. കണ്ട് സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കണ്ട് മിണ്ടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ് ഓർമ്മകൾ. അപ്പോൾ ഇതെല്ലാം കടന്നു വന്ന ഒരു കാലഘട്ടമുണ്ട്. ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുടെ ഒരു ഇമേജ് മുമ്പിൽ വന്ന് നമ്മൾ സംസാരിക്കുന്ന തരത്തിൽ പ്രോസസ്സുകൾ മാറുമായിരിക്കും. എനിവേ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ കഴിഞ്ഞ കാല എല്ലാ ഓർമ്മകൾ, നമുക്കറിയാം 2026 വളരെ വേഗത്തിലാണ് വർഷങ്ങൾ കടന്നു പോകുന്നത്. 26 എത്താൻ പോകുന്നു. 26 പുതിയ കാലം. നമുക്ക് ഓരോ ദിവസവും പുതിയതാണല്ലേ. ഇന്ന് രാത്രിയിൽ സൂര്യൻ അസ്തമിച്ച് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം ഓർക്കുന്നത് പുതിയതാണ്. കലണ്ടർ ഒന്ന് മാറ്റിയിടുമ്പോൾ പിറ്റേ ദിവസം പുതിയതാണ്. ഓരോ സെക്കൻഡ്സുകളും പുതിയതാണ്. പക്ഷേ എന്തുകൊണ്ട് ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. അപ്പം പുതിയ കാലത്തിലെ തീരുമാനങ്ങൾ, രസകരമായിട്ട് ഓർക്കുന്ന സംഭവം, നമ്മൾ ഓരോ ന്യൂ ഇയറിനും എടുക്കുന്ന പ്രതിജ്ഞകളുണ്ട്. ഒന്നും പാലിക്കപ്പെടാൻ സാധാരണഗതിയിൽ കഴിയാറില്ല. പക്ഷേ അങ്ങനെ എടുക്കുന്ന പ്രതിജ്ഞകൾക്ക് പോലും ഒരു ഭംഗിയുണ്ട്. കുറേയൊക്കെ മനുഷ്യൻ മാറാൻ ട്രൈ ചെയ്യും. അല്ലെങ്കിൽ ജീവിതം ദുസ്സഹമാക്കപ്പെട്ട മനുഷ്യർ ഇനിയെങ്കിലും നന്നായി ജീവിക്കണമെന്ന് തീരുമാനിക്കും. വല്ലാണ്ട് മദ്യത്തിനടിമയായപ്പെട്ട മനുഷ്യർ മദ്യപാനം ഉപേക്ഷിച്ച് ഇനിയെങ്കിലും കുടുംബത്തിന് വേണ്ടി ജീവിക്കണം എന്നാഗ്രഹിക്കും. വിദ്യാഭ്യാസം ചെയ്തിട്ടും ജോലി കിട്ടാത്ത, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഈ വർഷം നല്ലൊരു ജോലി കരസ്ഥമാക്കണം എന്നാലോചിക്കും. കല്യാണം കഴിക്കാൻ ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ തൻ്റെ ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരാൾ ഈ വർഷം കല്യാണം കഴിക്കണം എന്ന് തീരുമാനിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് തീരുമാനങ്ങളുടെ വർഷമാണ്. പോസിറ്റീവായിട്ട് കാണാം. 2026 എന്ന് പറയുന്നത് ദുരന്തങ്ങളും അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തലുകളും ഒന്നും ഉണ്ടാവാത്ത സുദീപ്തമായ നല്ല ഓർമ്മകളുണ്ടാവുന്ന ഒരു വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ക്രിസ്മസും അത്തരം ഓർമ്മകൾ നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ നമ്മുടെ ഏതാഘോഷവും, അത് ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും റംസാനായാലും ഓണമായാലും, ആഘോഷങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. നമുക്ക് പരസ്പരം കാണുന്നതിനും മിണ്ടുന്നതിനും സ്നേഹിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. അങ്ങനെ ഒരു വർഷവും ഓർമ്മകളും ഒക്കെ നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും 1000 ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു സോ മച്ച്.